ഹായ് ഫ്രണ്ട്സ്, സാബിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളുണ്ട്. അതുകൂടാതെ ഇന്ന് സർപ്രൈസായി റിലീസ് ചെയ്ത കുറച്ച് സിനിമകളുണ്ട്. അത് ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്താൽ ഇതുപോലുള്ള എൻ്റെ വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കാ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു സർപ്രൈസ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമയുടെ കൂടെ റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ തെലുങ്ക് സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ETV വിൻ എന്ന OTT പ്ലാറ്റ്ഫോം വഴി നവംബർ മാസം 28-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ റിലീസ് ചെയ്യുള്ളൂ. ഇന്നലെ, അതായത് നവംബർ മാസം 22-ാം തീയതി തിയേറ്ററുകളിൽ മലയാളം ഡബ്ഡ് വേർഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ നമ്മുടെ ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ആണ് റിലീസ് എടുത്തിട്ടുള്ളത്. മലയാളം നല്ലൊരു സസ്പെൻസ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണെന്നാണ് റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എന്തായാലും തിയേറ്ററിൽ കണ്ടിട്ട് നാളെ അധികം കാണാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് തമന്ന പ്രധാന വേഷം കൈകാര്യ ഒരു ഹിന്ദി മൂവിയുടെ ഡയറക്റ്റ് OTT റിലീസിനാണ്. സിക്കന്ദർ ക മുക്കന്ദർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിക്കന്ദർ ക മുക്കന്ദർ. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് OTT റിലീസിന് തയ്യാറെടുക്കുന്നത്. നവംബർ മാസം 29-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. എന്തായാലും മൾട്ടി ഓഡിയോയിൽ റിലീസ് ചെയ്യുമെന്നുള്ള അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. അതെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു തമിഴ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. പേട്ട റാപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പ്രഭുദേവ, സണ്ണി ലിയോൺ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യ സിനിമയാണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തൊരു സർപ്രൈസ് റിലീസ് ആയിരുന്നു. ഇടിയൻ ചന്തു എന്ന് പറഞ്ഞ സിനിമ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ പ്രധാന വേഷം കൈകാര്യ സിനിമയായിരുന്നു. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ സർപ്രൈസ് റിലീസ് ആയിട്ടുണ്ട്. അടുത്തൊരു സർപ്രൈസ് റിലീസ് തന്നെയാണ്. ഇവിടെ സൈജു കുറുപ്പ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത പൊറാട്ട നാടകം എന്ന് പറയുന്ന സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഇന്ത്യക്ക് പുറത്താണ്, UK യിലാണ് ഈ ഒരു സിനിമ സർപ്രൈസ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത് ആമസോൺ പ്രൈമിൽ. അടുത്ത് തന്നെ ഇന്ത്യയിലും അവൈലബിൾ ആകാൻ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അടുത്തത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും അപർണദാസും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീക്രട്ട് എന്ന സിനിമയാണ്. ഈ ഒരു സിനിമ മനോരമ മാക്സിൽ 24-ാം തീയതി വരുന്നുള്ള അപ്ഡേറ്റുകളായിരുന്നു പുറത്തുവിട്ടിരുന്നത്. അവർ ഒഫീഷ്യലി പുറത്തുവിട്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരു ദിവസം മുമ്പേ തന്നെ ഈ സിനിമ അവർ മനോരമ മാക്സിൽ റിലീസ് ചെയ്തതുള്ളതാണ്. സിംപ്ലി സൗത്തിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അടുത്തത് മലയാള സിനിമയാണ്. സൈജു കുറുപ്പ്, അർജുൻ അശോകൻ, ബാലു വർഗീസ് എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത പല്ലൊട്ടി എന്ന് പറഞ്ഞ സിനിമ. പല്ലൊട്ടി 90s കിഡ്സ് എന്ന സിനിമ. കമ്മിങ് സൂൺ ട്രെയിലർ പോസ്റ്ററും കാര്യങ്ങളൊക്കെ മനോരമ മാക്സിമം പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ത്രയം എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ അജു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ, സണ്ണി വെയിൻ, നിരഞ്ജ് മണിയമ്പിള്ള, അനാർക്കലി മരക്കാർ, ഡയാന ഹമീദ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ത്രയം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെയും കമ്മിങ് സൂൺ ട്രെയിലറും കാര്യങ്ങളൊക്കെ മനോരമ മാക്സ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. മനോരമ മാക്സ് വേറൊരു സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മദനോത്സവം എന്ന് പറഞ്ഞ സിനിമയാണ്. സുരാജ് വെഞ്ഞാറമൂട് പ്രധാന വേഷം കൈകാര്യം ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിലുള്ള സിനിമയായിരുന്നു. മനോരമ മാക്സിലും ആമസോൺ പ്രൈമിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. എന്തായാലും മദനോത്സവം, ത്രയം, പല്ലൊട്ടി ഈ 3 സിനിമകളുടെയും കമ്മിങ് സൂൺ ട്രെയിലറും കാര്യങ്ങളൊക്കെ മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും അടുത്തടുത്ത ദിവസങ്ങളായിട്ട് തന്നെ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഡേറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തു വരുന്നതായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ സിനിമകൾ ഏതൊക്കെ നിങ്ങൾ കണ്ടു, ഏതൊക്കെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.